ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഒരു തെരുവിന്റെ കഥ. ഈ ആഴ്ച ഒരു തെരുവിന്റെ കഥയിൽ പൊതുഗതാഗത സംവിധാനത്തിന്റെ വളർച്ച എങ്ങനെയാണ് കോഴിക്കോട്ടെ ജനജീവിതത്തെ സ്വാധീനിച്ചതെന്നാണ് അവലോകനം ചെയ്യുന്നത്. നമ്മളോട് സംസാരിക്കുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ ഷിനോയ് ജസിന്താണ്. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ കേൾക്കാം. ഇപ്പോൾ 1896 ഒരു റെക്കോർഡിൽ ഈ തലശ്ശേരി കോഴിക്കോട് റൂട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളന്ന് കരുതുക അത് കോരപ്പുഴയുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ കോരപ്പുഴയിലെ ബ്രിഡ്ജ് 1940-കളിലാണ് ആ വലിയ ബ്രിഡ്ജ് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എരഞ്ഞിക്കൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ, ചെറിയൊരു ഇടുങ്ങിയൊരു അങ്ങാടി ഉണ്ടല്ലോ. ഈ അങ്ങാടിയിലെ ഒരു ചെറിയ പാലം, അതായത് കനോലി കനാൽ കടന്നു പോകുന്ന ഒരു ക്രോസിംഗ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെ എലത്തൂർ പുഴയിലേക്ക് ചേരുന്ന സ്ഥലം. അവിടെ വരുന്ന ഒരു ചെറിയ പാലത്തിൻ്റെ പ്രശ്നത്തിലാണ് ഈ ഗതാഗത തടസ്സം അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നേരെയാക്കുന്നതായിട്ട് 1896 റെക്കോർഡിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ഒരു അപ്രിസിയേഷൻ കൗൺസിലിന് കിട്ടുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ ഒരു റോഡ് നന്മണ്ടയിൽ നിന്നും കുന്നമംഗലത്തേക്ക് പോകുന്ന ഒരു റോഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ വളരെ ചെറിയ റോഡുകൾ മുതൽ വലിയ റോഡുകൾ വരെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മുനിസിപ്പൽ കൗൺസിലിൻ്റെ കീഴിൽ അവരുടെ ആനുവൽ പ്രൊസീഡിങ്സിൽ 1920-21 കാലഘട്ടത്തിൽ ഉള്ളൊരു കണക്ക് പറയുന്നുണ്ട്. ഞാൻ ആ കണക്കിലെ ചില ഭാഗങ്ങളൊന്നും ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതിൽ പറയുന്നത് മൊത്തം കൗൺസിലിൻ്റെ കയ്യിലുള്ളത് 70 മൈൽ റോഡുകളാണ്. അതിൽ 24 മൈൽ മെറ്റൽഡാണ്. മെറ്റൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെക്കാഡൻ ടാറിങ്ങ പോലത്തെ ഇത് ചെയ്തിട്ടുള്ള റോഡുകളാണ്. പിന്നെയുള്ളൊരു 26 മൈൽ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആണ്, അതായത് ചെമ്മൺ പാതയാണ്. അതുപോലെ ഉരുളൻ അല്ലെങ്കിൽ ചെറിയ ചരൽ പോലുള്ള കല്ലുകൾ പാകിയ ഗ്രേവൽഡ് റോഡ് 20 മൈലാണ്. ഇങ്ങനെയാണ് ഇവർ 70 മൈൽ എന്ന് പറയുന്നത്. അപ്പം ഈ റോഡുകളിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ മുൻ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ മെറ്റൽ റോഡുകൾ ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ നഗരത്തിലും പരിസര പ്രദേശത്തും മെറ്റൽ ഇവിടെ കരിങ്കല്ലാണ് ഉദ്ദേശിക്കുന്നത്, കരിങ്കല്ല് കിട്ടാൻ അന്ന് വലിയ പ്രയാസമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഉൾപ്രദേശത്ത് നിന്നും ഈ കല്ലുകൾ കനാലിൽ, അതായത് ചെറിയ ചെറിയ തോണികളിലാക്കിയിട്ട് കനാലിലൂടെയാണ് ഇത് നഗരത്തിലേക്ക് എത്തിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പോണ പോലെ വലിയ ലോറികളുണ്ടല്ലോ, അങ്ങനത്തെ ടോറസൊക്കെ പോലത്തെ ലോറികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നഗരത്തിലേക്ക് എളുപ്പത്തിൽ ഇത്തരം സാധനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിരുന്നത് കനാലുകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം കനാൽ ഗതാഗതം അന്ന് എന്തായിരുന്നുള്ളൂ. ഇപ്പോൾ കല്ലായി മുതൽ എലത്തൂർ പുഴ വരെ നീണ്ടു നിൽക്കുന്ന കനോലി കനാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കനോലി കനാലിൻ്റെ കഥ ഞാൻ മറ്റൊരു അവസരത്തിൽ പറയാൻ ശ്രമിക്കാം. എന്തായാലും ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളും ബ്രിഡ്ജ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നതായിട്ട് കാണാം. കാരണം ഇതിൻ്റെ എല്ലാം പ്രധാന പ്രശ്നം നഗരം വളരുകയാണ്, നഗരത്തിലേക്കുള്ള സൗകര്യങ്ങൾ കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇത് ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ മാങ്കാവ് പുഴയ്ക്ക് കുറുകെ ഒരു പാലം വേണമെന്ന ഒരു ചർച്ച ഈ കൗൺസിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ 1920-21 കാലഘട്ടത്തിലാണ്. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ബൈപ്പാസിലുള്ള പാലമല്ല, ഇത് മറ്റേ പഴയ റോഡ് വഴിയുള്ള ഒരു പാലത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അതിനു മുമ്പ് ഫെറി ക്രോസാണ്. ഫെറി എന്ന് പറഞ്ഞാൽ കടത്ത്. ആ കടത്ത് പ്രധാനമായിട്ടുണ്ടായ 2 സ്ഥലങ്ങളിലാണ് ഈ ഭാഗത്ത്, മാങ്കാവിലും ചക്കുംകടവിലുമാണ്. അപ്പോൾ ഈ 2 ഫെറികളും മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അന്നത്തെ മുനിസിപ്പൽ കൗൺസിൽ തന്നെയായിരുന്നു.
പക്ഷെ മാങ്കാവ് ഫെറിയിൽ അന്ന് ഫീസൊന്നും ഈടാക്കിയിരുന്നില്ല. പക്ഷെ അതേസമയം ചക്കുംകടവിൽ അന്നത്തെ ആ ഒരു ഫീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര അതിൻ്റെ ഒരു ചിലവ്. അതായത് തലച്ചുമടൊന്നും ഇല്ലാതെ വരുന്ന ഒരു നടന്നു പോകേണ്ട ഒരു വ്യക്തിയാണ് ആ ഫെറി ക്രോസ് ചെയ്യാനുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് 3 അണയാണ്. അതേസമയം തലച്ചുമടുകളുണ്ട്, മറ്റ് ഭാരമേറിയ വസ്തുക്കളൊക്കെ ഇവർ കടത്തുന്നുണ്ടെങ്കിൽ 6 അണയാണെന്ന് ഈടാക്കിയിരുന്നത്. അപ്പോൾ കടത്തിന് ഉപയോഗിച്ചിരുന്ന വഞ്ചികൾ അല്ലെങ്കിൽ അതിനുപയോഗിച്ചിരുന്ന മറ്റ് മാർഗങ്ങൾ എന്ന് പറയുന്നത് ഇത് ഗവൺമെൻറ് അധീനതയിലുള്ളതാണെങ്കിൽ അതിനെ മുനിസിപ്പൽ എഞ്ചിനീയർമാർ സമയാസമയങ്ങളിൽ പരിശോധിക്കുന്നതിനായിട്ടും കൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ അന്ന് കാളവണ്ടി ഗതാഗതവും ധാരാളമായിട്ടുണ്ടായിരുന്നു. 1859 തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് ഈ ചരക്കുകൾ വരുന്നുണ്ട്. തലശ്ശേരി അന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു, ധാരാളം ചരക്ക് ഗതാഗതം നടന്നിരുന്നൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് കോഴിക്കോട് അങ്ങാടിയിലേക്കുള്ള ചരക്കും അതുപോലെ തന്നെ കോഴിക്കോട് അങ്ങാടിയിൽ നിന്നും തലശ്ശേരിക്ക് തിരിച്ചുമുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്നതിൽ ഈ കാളവണ്ടിയും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അന്ന് ഒരു കാളവണ്ടിയുടെ വാടക എന്ന് പറയുന്നത് 10 മൈൽ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നതിന് 1 ഉറുപ്പിക 4 അണ ആണ് അന്ന് ഈടാക്കിയിരുന്നത്. അപ്പോൾ ഈ ഈടാക്കുന്ന ഈ പൈസയിൽ ആ 10 മൈലിൻ്റെ ഉള്ളിൽ എത്ര ഫെറി വന്നാലും അത് ഫ്രീ ആണ്. അത് ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നഗരത്തിനെ ബന്ധിപ്പിക്കുന്നതിന് ഉള്ള പല മാർഗങ്ങളും അതേസമയം വരുമാന സ്രോതസ്സുകളും ഇതുവഴി ഉണ്ടാക്കിയിരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ വീതികൾ ഇത്രത്തോളം വരുന്നതിനനുസരിച്ചിട്ട് ട്രെയിൻ ഗതാഗതം മാതിരിയല്ലല്ലോ റോഡ് വഴിയുള്ള ഗതാഗതം. റെസ്റ്റ് ഹൗസസ് എന്ന് പറയുന്ന സത്രങ്ങളുടെ വരവ് നമുക്ക് നിറയെ കാണാൻ പറ്റുന്നുണ്ട്. ഈ റോഡുകളിലൊക്കെ തന്നെ സത്രങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഇപ്പം നടന്നു വരുന്ന ഒരാൾക്കൊരു സത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഞ്ചരിച്ച് വരുന്ന ഒരാൾക്ക് സത്രത്തിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമാണെങ്കിൽ അന്ന് 1 രൂപയാണ് അന്നൊരു ഫുൾ ഡേക്ക് ഈടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ 1 രൂപ 8 അണ ആയിരുന്നു അന്ന് ഈടാക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഫെറിയും അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ക്രോസിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇപ്പോൾ റവന്യൂ പരമായിട്ട് എന്തിനെങ്കിലും സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഞ്ചരിക്കുന്നവർക്കൊക്കെ ഇതിൽ ഇളവ് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഇളവിനെ കുറിച്ചിട്ട് ഉള്ള ധാരാളം രേഖകൾ നമുക്ക് PWD റെക്കോർഡ്സിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽ ഗതാഗതത്തിൻ്റെ സമയത്തും ഇതുപോലെ തന്നെ ഇൻസ്പെക്ഷൻസ് നടക്കുമായിരുന്നു. അപ്പോൾ ഇൻസ്പെക്ഷൻസ് നടക്കുമ്പോൾ ഈ ട്രാക്കുകളുടെ മെയിൻ്റെനൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഈ പ്രദേശത്ത് നടക്കുന്നതായിട്ട് കാണാം. കാരണം അതിനൊരു കാരണമായിട്ട് അവർ പറയുന്നത് ചരക്ക് ഗതാഗതത്തിൻ്റെ തീവ്രതയാണ്. റെയിൽ പാത ഒന്നേ ഉള്ളൂ, അന്ന് 2 പാത വരുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചരക്ക് ഗതാഗതത്തിൻ്റെ തീവ്രത വളരെ കൂടുതലായിരുന്നതുകൊണ്ട് തന്നെ ഇവർ സമയാസമയങ്ങളിൽ അത് മെയിൻ്റെനൻസ് നടത്താനായിട്ട് ശ്രമിക്കുന്നതായിട്ടും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു കോഴിക്കോടിനെ റെയിൽ ഗതാഗതവുമായിട്ടും ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. മൈസൂരുമായിട്ടും നിലമ്പൂർ പോലെയുള്ള ഭാഗങ്ങളിലൂടെയും ഒക്കെ തന്നെ കോഴിക്കോട് നഗരത്തിനെ വളർത്താനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഫെറി അല്ലെങ്കിൽ വാട്ടർ ചാനൽ വഴിയുള്ള കാര്യങ്ങൾ സാവധാനം ഒഴിഞ്ഞു പോകുന്നതായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും ഈ മറ്റ് ഗതാഗത സംവിധാനങ്ങൾ വരുമ്പോൾ. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നദികളും തോടുകളും കനാലുകളും ഒക്കെ തന്നെ ബ്രിഡ്ജ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ പാലങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കുന്നതായിട്ട് കാണാം. ഈ പാലങ്ങളിലൂടെ അവിടെ യഥാർത്ഥത്തിൽ 2 കരകളിലുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ശക്തിപ്പെടുകയും അതുപോലെ തന്നെ റിസോഴ്സസിൻ്റെ കൈമാറ്റം ശക്തമായിട്ട് വരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കോഴിക്കോട് നഗരത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കോഴിക്കോട് നഗരത്തിൽ അന്ന് വന്നു പോകുന്ന ആളുകളുടെ ഒരു വ്യത്യസ്ത രീതികൾ, കോഴിക്കോട് നഗരത്തിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അന്തർദേശീയവും അതുപോലെ തന്നെ ദേശീയവും മറ്റ് പല തരത്തിലുള്ള ആളുകളുടെ ഒരു സംഗമ ഭൂമി തന്നെയായിരുന്നു കോഴിക്കോട് നഗരം എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ അത്തരമൊരു കാലഘട്ടം കഴിഞ്ഞുവെങ്കിലും പിന്നീട് നമുക്ക് കാണാൻ പറ്റും 1800-കൾക്ക് ശേഷം ഈ ഗതാഗത സംവിധാനത്തിലുള്ള വളർച്ചയിലൂടെ
വിവിധ തരം ആളുകൾ കോഴിക്കോടേക്ക് എത്തിച്ചേരുന്നതായിട്ടും ആ പഴയ പ്രതാപത്തിൻ്റെ മറ്റൊരു മുഖമായി വീണ്ടും വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നഗരത്തിലെ റിക്രിയേഷൻ സെൻറ്ററുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ പലതരം സ്പോർട്സ് കാര്യങ്ങൾ, സ്പോർട്സ് ക്ലബ്ബുകൾ വരുന്നു, വിവിധ തരത്തിലുള്ള ആളുകൾ വരുന്നു. പിന്നീട് കോഴിക്കോടിനെ തന്നെ 60കൾക്ക് ശേഷം കോഴിക്കോടിൻ്റെ ചരിത്രത്തെ മാറ്റിയെഴുതുന്ന തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി സംഗീതം, ഖവ്വാലികൾ, അത്തരത്തിലുള്ള മെഹഫിലുകൾ, ഹോട്ടലുകൾ, പലതരം ഭക്ഷണം വിതരണം ചെയ്യുന്ന ഹോട്ടലുകളുടെ വരവ്, ഇതൊക്കെ 60കൾക്ക് ശേഷം നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഇടം മാത്രമല്ല, ഏത് സാധനങ്ങളും ഏത് തരത്തിലുള്ള കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു നഗരം കൂടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ വന്നവരും എല്ലാവരും തന്നെ തിരിച്ചു പോയില്ല നഗരത്തിൽ നിന്നും. പലരും ഇവിടെ സ്ഥിരതാമസമാക്കുകയും ഈ ഭൂമിക്ക് അവരുടെയൊക്കെ പലതരത്തിലുള്ള കഴിവുകളും സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിനെ നിരന്തരം ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള വിഭാഗങ്ങളുടെ വരവ്, അവരുടെ ആരാധനാലയങ്ങൾ, എല്ലാത്തിനുമുള്ളൊരു സാഹചര്യം വരിക. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ നമുക്കൊരു നഷ്ടപ്രതാപം കാണാമെങ്കിലും പിന്നീട് അത് ഉയർന്ന് വീണ്ടും പഴയ മറ്റൊരു രൂപത്തിലേക്ക് വഴിമാറുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് തന്നെ ഈ ഗതാഗത ചരിത്രത്തിൻ്റെ പ്രാധാന്യം പറയാനാണ്. അപ്പം ഇനി അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള രീതിയിൽ നഗരത്തിൻ്റെ ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം അടുത്തൊരു എപ്പിസോഡിൽ പറയാമെന്ന് കരുതുന്നു. കോഴിക്കോട്ടെ പൊതുഗതാഗത സംവിധാനത്തിന്റെ വളർച്ചയും സാമൂഹ്യ ജീവിതവും എന്ന ചർച്ച ഇവിടെ അവസാനിക്കുന്നു. അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത്. നിർവഹണ സഹായം നിമൽ എമ്മൻ. ഒരു തെരുവിന്റെ കഥ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.